പണി പൂർത്തിയാകാതെ ടോൾ പിരിവ് അനുവദിക്കില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. അങ്ങനെ സലാം, ഇങ്ങനെ പുതുവത്സരാഘോഷത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോഴാണ് ഒരു പുതുവത്സര സമ്മാനം കൂടി ഇവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. കാരണം ടോൾ പിരിവ് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കുന്നു. ടോൾ കൊടുക്കാതെ ഇനി അങ്ങനെ ചീറിപ്പായണ്ട എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. അതിനപ്പുറത്തേക്ക് സലാം, വലിയ പ്രതിഷേധങ്ങളുണ്ട്. നമുക്കറിയാം, ഈ ഇതിലൂടെ യാത്ര പോകുമ്പോൾ പലയിടത്തും പണി പൂർത്തിയായിട്ടില്ല, പലയിടത്തും ഒറ്റ വരിയൊക്കെ ആക്കി കടത്തിവിടുന്ന സ്ഥലങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഈ പണി പൂർത്തിയാവാതെ ടോൾ പിരിക്കുന്നതിന്റെ സാങ്കത്യം എന്താണ് എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അതിനാണ് ഇപ്പോൾ പ്രതിഷേധം എന്ന് മനസ്സിലാക്കുന്നു. എന്ത് പറയുന്നു കോൺഗ്രസ്? ഇന്ന് അർദ്ധരാത്രി മുതലാണ് കോഴിക്കോട് പന്തീരങ്കാവ് ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് ആരംഭിക്കുന്നത്. രാമനാട്ടുകര വെങ്ങളം റീച്ചിലാണ് ടോൾ പിരിവ് ആരംഭിക്കാനുള്ള നീക്കമുണ്ടായിരിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രിയിൽ ഇത് പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി വലിയ ബുദ്ധിമുട്ട് നാട്ടുകാർക്ക് ഉണ്ടാക്കും. അതായത് ഈ റോഡിനോട്, ഈ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട സർവീസ് റോഡുകൾ, അതോടൊപ്പം തന്നെ മറ്റു പ്രവൃത്തികളൊന്നും തന്നെ പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ പൂർത്തിയാക്കാതെ ടോൾ പിരിവിലേക്ക് കടക്കുന്നത് ശരിയല്ല. അത് ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് വലിയ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഈ കോൺഗ്രസ് ആണ് ആദ്യമായി ഇതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. എന്തുകൊണ്ട്, എത്രത്തോളം പ്രതിഷേധം കൊണ്ടുപോകുന്നത്? അല്ല, ഇതിൽ ഞങ്ങൾക്ക് ഇവിടെ നാട്ടിലെ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ കോൺഗ്രസ് സമരമുഖത്തുണ്ടാകും. ഇവിടെ പെരുമണ്ണയിലെയും ഒളവണ്ണയിലെയും രാമനാട്ടുകര ഉൾപ്പെടെയുള്ള പ്രദേശത്തെ ജനങ്ങൾ കോഴിക്കോട് നഗരവുമായി അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നവരാ. ആ കോഴിക്കോട് നഗരത്തിലേക്ക് ഈ റോഡിലൂടെ പോകണമെങ്കിൽ ഞങ്ങൾ ടോള് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. കോഴിക്കോട്ടേക്ക് പോകാൻ ടോൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയോ? മാത്രമല്ല, സർവീസ് റോഡിലൂടെ പോകാനുള്ള സൗകര്യം വേണ്ടേ? അങ്ങനെ പോകണമെങ്കിൽ സർവീസ് റോഡ് വേണ്ടേ? ആ സർവീസ് റോഡിന് ആവശ്യമായ ഉണ്ടാക്കിയ ഇടത്ത് 2 മീറ്റർ വീതി, 3 മീറ്റർ വീതി ഡ്രൈനേജ് ഇല്ല. എന്നാൽ ഡ്രൈനേജ് അടക്കം 7 മീറ്റർ വീതി വേണം. അതില്ല. ഈ ഹൈവേയുടെ നിർമ്മാണത്തിൽ അപാകത. ഇവിടെ ഇപ്പോൾ ഇതാ ഈ ക്ലോക്ക് റൂം ചരിഞ്ഞു കിടക്കുക. അത് ചരിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അടിഭാഗം അങ്ങ് കടപുഴകാൻ പോവുകയാണ് ഈ ഹൈവേയുടെ. ഇവിടെ ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇവരെങ്ങനെയാണ് ഈ ടോൾ പിരിവ്? എന്തായാലും കോൺഗ്രസ് സമരമുഖത്തേക്ക് ഇറങ്ങുന്നു. ടോൾ പിരിവ് നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതാണ് കോൺഗ്രസ് ഉയർത്തുന്ന പ്രശ്നം.